അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. 27 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തുണ്ട്. മറ്റുള്ളവ തീരത്തോട് ചേർന്ന് ഒഴുകുകയാണ്. കോസ്റ്റ് ഗാർഡ്, പോലീസ്, കസ്റ്റംസ് തുടങ്ങി വിവിധ സന്നാഹങ്ങൾ തീരത്തുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തുമെന്നാണ് നിഗമനം. അടുത്തേക്ക് പോകരുതെന്ന് ജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്താണ് ഇന്നലെ രാത്രിയോടെ ആദ്യം കണ്ടെയ്നർ അടിഞ്ഞത്. ജില്ലാ ഭരണകൂടവും കോസ്റ്റ് ഗാർഡും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരുമടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപവാസികളെ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു. കൊല്ലത്ത് കരുനാഗപ്പള്ളി, ചവറ, നീണ്ടകര, ശക്തികുളങ്ങര, തിരുമുല്ലാവരം ഭാഗങ്ങളിലും ആലപ്പുഴ ആറാട്ടുപുഴയിലുമാണ് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയത്. വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാരൊക്കെ എത്തിയത്. 5:30 ഞങ്ങളിത് കണ്ടത്. സൗണ്ട് കേട്ടിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണിത് ആദ്യം നന്നായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അത് തെളിഞ്ഞ് വന്ന് മനസ്സിലായി കണ്ടെയ്നറാണെന്ന്. പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം രാവിലെ ഇങ്ങനെ ഭയങ്കരമായ സൗണ്ട്, വെളുപ്പിനെ തൊട്ട് സൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് കടലടിക്കുന്ന സൗണ്ട് ആയിരിക്കും. പിന്നെ ചേച്ചി രാവിലെ സൗണ്ട് കേട്ട് വന്ന് അണ്ണനെയൊക്കെ വിളിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. ഞങ്ങൾ വിചാരിച്ച് ഇടിയായിരിക്കുമെന്ന് ഇതിന്റെ സൗണ്ട് കേട്ടപ്പോൾ. സൗണ്ട് കേട്ടോണ്ടിരുന്നു ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. കണ്ടെയ്നറുമായി കൃത്യമായ അകലം പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അപകടകരമായ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചില കണ്ടെയ്നറുകൾ കടലിൽ താഴ്ന്നതായും സൂചനയുണ്ട്. കരയിലടിഞ്ഞ പല കണ്ടെയ്നറുകളും കാലിയാണ്. ഒരു ലൈഫ് ബോട്ടും കരക്കടിഞ്ഞു. കസ്റ്റംസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും അറിയിക്കുന്നതാണ്. അതെ. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ ഡയറക്ഷൻസ് ഏതാണോ ഏജൻസി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്ന അവർക്ക് കൊടുക്കും. അവരതിനെ സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു. കേരള സർവകലാശാലയിലെ അക്വാറ്റിക്സ് ആൻഡ് ഫിഷറീസ് വകുപ്പിലെ വിദഗ്ധർ വാട്ടർ സാമ്പിളുകൾ ശേഖരിച്ചു. വാട്ടർ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നാളെ ലഭിക്കും. കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തും. അതേസമയം തീരങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം.